ഏതായിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ചൊരു സിമ്പിൾ ചാപ്റ്റർ, വലുതായിട്ടൊന്നും അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാത്തൊരു ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞത്. ഏതാണ് ചാപ്റ്റർ പേരെന്തായിരുന്നു? എയ്റ്റ്സ് ഫസ്റ്റ് സ്പീച്ച്, എബ്രഹാം ലിങ്കന്റെ ആദ്യത്തെ സ്പീച്ച്. നമ്മളത് പഠിച്ചത് ഇങ്ങനെയാണ് പഠിച്ചത്. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വ്യക്തി, കഴിഞ്ഞ ദിവസം ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞുതരാം. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിക്കാനിടയായ സംഭവത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമ്മളെല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞു. അതിൽ വരാവുന്ന ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞു. അതിൽ വരാവുന്ന 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ 3 ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്ന് സെൽഫ് കോൺഫിഡൻസിനെ പറ്റി ചോദിക്കാം, 2 ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചോദിക്കാം, 3 നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്റ്റേജ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കും. ഈ 3 ക്വസ്റ്റ്യനാണ് അതിൽ സാധാരണ രീതിയിൽ ചോദിച്ചു വരുന്നത്. നമ്മൾ പഠിച്ചു. ആ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഏത് രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് വരുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. പക്ഷേ ആ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം കൂടി ചെയ്യുക. ആ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റൂ. ഇതൊക്കെ ഒരു കണക്ഷനുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ. എഴുതിയിരിക്കുന്നത് ആരാണെന്ന് അറിയുമോ? APJ അബ്ദുൽ കലാം സാറാണ് എഴുതിയിരിക്കുന്നത്. APJ അബ്ദുൽ കലാം സാർ. അബ്ദുൽ കലാം സാറിന് അറിയപ്പെടുന്ന പേരെന്താണ്? ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അബ്ദുൽ കലാം. അബ്ദുൽ കലാം സാറിന് അറിയപ്പെടുന്ന പേരാണ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അറിവുള്ള, ഏറ്റവും ഫേമസ് ആയ, ഏറ്റവും അറിവുള്ള, വെൽ നോളജ് ഉള്ള, ഏറ്റവും കൂടുതൽ ഒരു പവർഫുള്ളായ ഒരു പ്രസിഡന്റ് തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പോയതിനു ശേഷം പലർക്കും പിന്നീട് വന്ന പ്രസിഡന്റുമാരെ പേര് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട്. അബ്ദുൽ കലാം പോയതിനു ശേഷം പിന്നീട് വന്ന പ്രസിഡന്റ് അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുന്നില്ല. അബ്ദുൽ കലാം ജനിച്ചത് തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ രാമേശ്വരം അവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുന്നെങ്കിൽ, ഹീ ഈസ് ദ മാൻ who always tells about how to dream. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഹൗ ടു ഡ്രീം. യു മസ്റ്റ് ഹാവ് എ ഡ്രീം, യു മസ്റ്റ് ഹാവ് എ ടാർഗറ്റ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ടാർഗറ്റ്, ലക്ഷ്യമുണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് എ നെയിം, നിങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് എ ഡെസ്റ്റിനേഷൻ, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ, അതും ലക്ഷ്യം തന്നെ. അപ്പോൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ അല്ലേ, അതാണ് അദ്ദേഹത്തിന്റെ വിളിക്കുന്ന പേര്. അതുകൊണ്ടാണ് സ്വപ്നം കാണാൻ, ഹൗ ടു ഡ്രീം എന്ന വാക്ക് പറഞ്ഞു തന്ന മനുഷ്യൻ. ഹി ഓൾവേസ് ടെൽസ് അബൌട്ട് ദ സെന്റൻസ്, ദ ടോപ്പിക് ഹൗ ടു ഡ്രീം. നിങ്ങൾ അദ്ദേഹത്തിന്റെ, നമുക്ക് യൂട്യൂബിലൊക്കെ കയറി അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന അദ്ദേഹത്തിന് എല്ലാത്തിനും പറയുന്നത് യു മസ്റ്റ് ഡ്രീം. അതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് കാണുക? സ്വപ്നം കാണുക. നിങ്ങൾ സ്വപ്നം കാണണം. യു ഷുഡ് ഡ്രീം. സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. യു മസ്റ്റ് വർക്ക് ഹാർഡ് ഫോർ ഗെറ്റിംഗ് ദാറ്റ് ഡ്രീം ആസ് എ സക്സസ്ഫുൾ വൺ. എന്ന് വെച്ചാൽ ആ ഡ്രീമിനെ ഒരു സക്സസ്ഫുള്ളായ ഒന്നാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എല്ലായ്പ്പോഴും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഉണ്ടായത്. ഓർമ്മിച്ചു വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഇനി പ്രത്യേകത, ഈ 1, 2, 3, 4, 5 പാഠങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരെണ്ണം ഓൾറെഡി കഴിഞ്ഞു. രണ്ടാമത്തെ പാഠം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 5 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. നമുക്ക് ഈ യൂണിറ്റ് 5 പാഠങ്ങളാണുള്ളത്. ഈ 5 പാഠത്തിൻ്റെയും നോട്ട്സ് ഇവിടെ പ്രിന്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാര്യം ചെയ്യുക, നോട്ട്സ് വേണമെന്നുള്ളവർ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ നോട്ട്സും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നോക്കി പഠിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ നോട്ട്സുകൾ മസ്റ്റായിട്ടും വന്ന് വാങ്ങിക്കുക. അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ. എഴുതിയിരിക്കുന്നത് APJ അബ്ദുൽ കലാം. നോക്കാം. ചാപ്റ്റർ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എല്ലാവരും ദയവ് ചെയ്ത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ഇരിക്കരുത്. ടെക്സ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ നടക്കില്ല. അതുകൊണ്ടാണ് സാറ് നേരത്തെ പറഞ്ഞത്, ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ സമഗ്രയിൽ കയറിയിട്ട് സ്റ്റാൻഡേർഡ് 11 കിടക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എടുത്തതിന് ശേഷം നിങ്ങളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റ് മീനിങ്ങൊക്കെ എഴുതി വെച്ച് പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കൊന്നും ഒരു കാരണവശാലും കിട്ടത്തില്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയുള്ള പഠനം മാത്രമേ നടക്കൂ. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുക. ഇതിലിപ്പോൾ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് ടെക്സ്റ്റ് ഉണ്ട്? ഒന്ന് ടെക്സ്റ്റ് ഉള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യൂ. എന്തെങ്കിലും ഒരു സിമ്പിൾ കാണിക്കൂ.
ആർക്കും ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, ടെക്സ്റ്റ് ഇല്ലാത്തവർ ദയവ് ചെയ്ത് സമഗ്ര എന്ന് പറയുന്നത് കയറി. ആരെയും ടെക്സ്റ്റ് ഇല്ലേ? ഒന്ന് സിമ്പിൾ കാണിച്ചാൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഉള്ളവർ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ടെക്സ്റ്റ് കുറേ പേരെല്ലാം കൊണ്ട് ടെക്സ്റ്റ് ഇല്ലാത്തവർ സമഗ്രയിൽ കയറി ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് കയറി ചോദിക്കാം. അപ്പോൾ നമുക്കൊന്ന് പറയാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് ഏതൊരു മീനിങ് വ്യത്യാസം ഉണ്ടെങ്കിലോ ഏതെങ്കിലും സെൻറ്റൻസ് മനസ്സിലായില്ലെങ്കിലോ ചോദിക്കാം. പറയാം. ഒരു ചെറിയൊരു പോയത്തിലൂടെയാണ് അദ്ദേഹം ചാപ്റ്റർ തുടങ്ങുന്നത്. ഐ വിൽ ഫ്ലൈ എന്ന് കേൾക്കുമ്പോഴേ ആ സെന്റൻസിന്റെ അർത്ഥം ഞാൻ പറക്കും. ഞാൻ പറക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ഐ വിൽ ഫ്ലൈ മീൻസ് ഐ വിൽ ഗെറ്റ് സക്സസ്. ഐ ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. ഇദ്ദേഹം പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയാനുള്ള എപ്പോഴും രാവിലെ മനസ്സിൽ തോന്നേണ്ട ഒരു ഐഡിയലാണ്. ഐ ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ടുഡേ ഈസ് മൈ ഡേ. ഇന്ന് എൻ്റെ ദിവസമാണ്. I will get success. Surely I will get success. I will not fail anywhere. ഇതാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എൻ്റെ ദിവസമാണ്. ഐ ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് എന്തുണ്ട്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എൻ്റെ ദിവസമാണ്. ഐ വിൽ ഗെറ്റ് സക്സസ്. ഞാൻ ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ സക്സസ്. ഞാൻ സക്സസിന് വേണ്ടി ഓരോ ദിവസവും പോരാടും. സെന്റൻസുകളൊന്നും ഒരിക്കലും മറന്നു വരാം. അദ്ദേഹത്തെ ഏറ്റവും വലിയ കൊട്ടേഷനാണ് അത് പറഞ്ഞിരുന്ന ഒരു വരിയാണ്. ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ സക്സസ്. ഞാൻ ഏതിനു വേണ്ടി? സക്സസിന് വേണ്ടി ഓൾവേസ് പോരാടി. എല്ലായ്പ്പോഴും ഐ വിൽ ഓൾവേസ് വർക്ക് ഹാർഡ് ഫോർ ഗെറ്റിംഗ് സക്സസ്. ഐ വിൽ വർക്ക് ഓൾവേസ് ഹാർഡ് ഫോർ ഗെറ്റിംഗ് സക്സസ്. സക്സസിന് വേണ്ടി എല്ലായ്പ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? പോരാടിക്കൊണ്ടേയിരിക്കും. ഐ വോണ്ട് ടു വിൻ. എനിക്ക് വിജയിക്കണം. ഐ വോണ്ട് ടു വിൻ. ദാറ്റ് ഈസ് ഐ വിൽ ഫ്ലൈ. ദാറ്റ് മീൻസ് ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കും, ഏറ്റവും ഉയരത്തിലേക്ക് എത്തും. ഏറ്റവും ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിനി പോകാൻ ഇടമില്ലെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഐ വോണ്ട് ടു സെർച്ച്. ഐ ഡു നോട്ട് വോണ്ട് ടു സ്റ്റോപ്പ് മൈ ഐഡിയാസ്. എനിക്ക് എൻ്റെ ഐഡിയാസിന്റെ ഐ ഡു നോട്ട് വോണ്ട് ടു സ്റ്റോപ്പ് മൈ ഹാർഡ് വർക്ക്. എനിക്ക് എൻ്റെ ഹാർഡ് വർക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യമില്ല. ഐ വോണ്ട് ടു ഗെറ്റ് മോർ ആൻഡ് മോർ എന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും 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 കൂടുതൽ കാര്യങ്ങൾ നേടണം എന്നുള്ള ആഗ്രഹം. അതാണ് അബ്ദുൽ പറയുന്നത്. അപ്പം നമുക്ക് ഈ പാഠം ആക്ച്വലി ഇതൊരു സ്പീച്ചാണ്. ശ്രദ്ധിച്ചിരിക്കുന്ന പോയിന്റ്. ഇത് ഇദ്ദേഹം ഒരു സ്കൂളിൽ അവതരിപ്പിച്ച സ്പീച്ചാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ സ്പീച്ച് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി. ഇദ്ദേഹമാണ് ഒരുപാട് സ്കൂളുകളിൽ സ്പീച്ച് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി. ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സ്ഥലത്ത് അവതരിപ്പിച്ച സ്പീച്ചാണ്. ഈ സ്പീച്ച് ഇദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പണ്ട് ഒരു സ്കൂളിൽ സ്പീച്ച് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റി ഇത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ തീം എന്നോട് ഞാൻ പറയാം. ഇദ്ദേഹം ഒരു സ്ഥലത്ത് സ്പീച്ച് അവതരിപ്പിക്കുകയാണ്. സ്പീച്ച് അവതരിപ്പിക്കുന്ന സമയത്ത് മുമ്പ് ഇദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വേറെ എവിടെയോ സ്പീച്ച് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുന്ന സ്പീച്ചാണ്. മനസ്സിലായി? ഒരു സ്പീച്ചിനകത്ത് മറ്റൊരു സ്പീച്ചിനെ പറ്റി പറയുന്നു. അതാ നല്ലോണം ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഈ സ്പീച്ചിൽ ഇദ്ദേഹം പണ്ടൊരു കാലത്ത് എവിടെയോ വെച്ച് ഒരു സ്പീച്ച് അവതരിപ്പിച്ചെന്ന് ആ സ്പീച്ചിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ പോയം തുടങ്ങുന്നത് ഈ പാഠം തുടങ്ങുന്നത് ചെറിയൊരു പോയത്തിലൂടെയാണ്. കുഞ്ഞു പോയം. നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ. ഞാനൊരു നക്ഷത്രത്തിന് മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു നക്ഷത്രത്തിന്റെ മുകളിൽ എത്തുമ്പോൾ, നമുക്കറിയാം ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. നമ്മൾ പഠിച്ച് വളർന്ന് ഒരുപാട് നോളജ് നേടി ഏറ്റവും ഉയരത്തിലേക്ക് എത്തി. അവിടെ ഒരു നക്ഷത്രത്തിനേക്കാൾ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിയപ്പോഴും മേക്സ് നോ ഡിഫറൻസ്, ഒരു വ്യത്യസ്തതയും ഉണ്ടാവത്തില്ല. ഹു ഐ ആം എന്നുവെച്ചാൽ എന്താണ്? ഞാൻ ആരാണോ അതിൽ നിന്നും ഒരു വ്യത്യസ്തയും ഉണ്ടാവത്തില്ല. അതിൻ്റെ അർത്ഥം ഞാൻ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും ഞാൻ ആരാണോ അയാൾ തന്നെ ആയിരിക്കും എപ്പോഴും. ഞാൻ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. എൻ്റെ മനസ്സ് എപ്പോഴും വീണ്ടും വീണ്ടും ഏതിനു വേണ്ടി വർക്ക് ചെയ്യും? സക്സസിന് വേണ്ടി വർക്ക് ചെയ്യും. അല്ലാതെ ഞാൻ ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ അവിടെ ഞാൻ ഒരിക്കലും ഐ ഡു നോട്ട് സ്റ്റോപ്പ് മൈ ഹാർഡ് വർക്ക്. ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഞാൻ ഈവൻ ഇഫ് ഐ വെന്റ് അപ്പോൺ ദ സ്റ്റാർ, ഞാൻ എവിടെ സ്റ്റാറിന്റെ മുകളിലേക്ക് പോയാലും എത്ര ഉയരത്തിലേക്ക് പോയാലും ഒരിക്കലും ഐ വിൽ നോട്ട് സ്റ്റോപ്പ് മൈ ഹാർഡ് വർക്ക്. ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് അവസാനിപ്പിക്കത്തില്ല. അതാണ് എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ്. എല്ലായ്പ്പോഴും മൈ ഹാർട്ട് ഈസ് ഓൾവേസ് ഡിസയറിങ് എന്ന് വെച്ചാൽ എൻ്റെ ഹാർട്ട് എപ്പോഴും, എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. വിൽ കം ടു മീ എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് വിൽ കം ടു മീ, ആ കാര്യം എൻ്റെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും.
അത് പറയുന്നതാണ്, എന്താണോ എൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന അതിന് ഞാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കലും എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ അവസാനിപ്പിക്കത്തില്ല. വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയം എന്തോന്നിനെങ്കിലുമൊക്കെ വേണ്ടി വീണ്ടും വീണ്ടും തുടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഏറ്റവും ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വളരെ മഹത്തായ ഒരു പോയമാണ്. ഒരിക്കലും മറന്നു വരുന്നത്. എത്ര ഉയരത്തിലേക്ക് എത്തിയാലും ഞാൻ വീണ്ടും ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഹാർഡ് വർക്ക് അവസാനിപ്പിക്കത്തില്ല. എൻ്റെ ഹൃദയം വീണ്ടും 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 ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തുടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും ഹാർഡ് വർക്ക് എന്ന് പറയുന്ന കാര്യമേ അവസാനിപ്പിക്കത്തില്ല. വളരെ വലിയൊരു പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ സ്പീച്ചിലോട്ട് പോകാം. ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട സ്കൂളിൽ അവതരിപ്പിക്കുന്ന സ്പീച്ചാണ്. അദ്ദേഹം പറയും, ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഐ റിയലൈസ്, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ അറിയുന്നു, ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത്, അതായത് ചെറുപ്പക്കാരുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണെന്ന്, കോൺട്രിബ്യൂഷൻ സംഭാവന എത്രത്തോളമാണെന്ന് ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഐൻസ്റ്റീനും എഡിസണും പോലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന രാജ്യമാണ്. അവർ ചെറുപ്പകാലത്ത് അവർ ചെയ്ത കോൺട്രിബ്യൂഷൻ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എഡിസൺ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു. ഒരുപാട് സാധനങ്ങൾ, 1188 കണ്ടുപിടുത്തങ്ങളാണ് എഡിസൺ കണ്ടുപിടിച്ചത്. ഇത്രയും കണ്ടുപിടുത്തങ്ങളാണ് എഡിസൺ കണ്ടുപിടിച്ചത്. ഒരിക്കലും ആലോചിക്കുന്നു, ഇത്രയും കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്. അദ്ദേഹം ലോകത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻ അല്ലേ ആ സാധനം, സംഭാവനയല്ലേ. ആ സംഭാവനകൾ ഓരോരുത്തർ. അപ്പോൾ ഐ റിയലൈസ്, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതെ ചെറുപ്പക്കാർ ഒരുപാട് സംഭാവനകൾ ഈ ലോകത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ്. ആ സംഭാവനകൾ ഇന്നും സംഭാവന നൽകിക്കൊണ്ടേയിരിക്കുന്നു. സത്യമാണ്, എഡിസൺ അന്ന് കണ്ടുപിടിച്ച ബൾബ് എന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭാവന ചെയ്യുന്നില്ലേ. സംഭാവന ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതി, ആ ഒരു ബൾബില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ അതാണ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ്. ഞാൻ പറഞ്ഞത് സയൻസിൽ മാത്രമല്ല, പല മേഖലകളിലും, ഒരുപാട് മേഖലകളിൽ അല്ലേ, പല മേഖലകളിലും ചെറുപ്പക്കാർ ഒരുപാട് സംഭാവനകൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ആ സംഭാവനകളെല്ലാം തന്നെ ഇന്നും അതിൻ്റെതായ രീതിയിൽ ഈ ലോകത്തിൽ നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. ഉറപ്പാണ്, ഇന്നും അതിൻ്റെതായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, വാട്ട് എവർ വി ഡു ടു ദ വേൾഡ്, നമ്മൾ എന്തൊക്കെ ഈ ലോകത്തിന് നൽകിയാലും ദാറ്റ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. വൈ വി റിമെമ്പർ എഡിസൺ? നമ്മൾ എന്തുകൊണ്ടാണ് എഡിസനെ ഓർമ്മിക്കുന്നത്? ബിക്കോസ് ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട്, സംഭാവന കൊണ്ട്. സോ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ട കാര്യം, വി മസ്റ്റ് ഓൾവേസ് വർക്ക് ഹാർഡ് ഫോർ ഗെറ്റിംഗ് സംതിങ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലായ്പ്പോഴും എന്തെങ്കിലും നേടുവാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വി മസ്റ്റ് ഓൾവേസ് വർക്ക് ഹാർഡ്. വി മസ്റ്റ് ട്രൈ ടു ഗീവ് സം കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. ഈ ലോകത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഈ ലോകത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, സംഭാവന ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ദാറ്റ് കോൺട്രിബ്യൂഷൻ വിൽ ബി കണ്ടിന്യൂയിങ്. അതാണ് പറയുന്നത്, ആ കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിൽ വിൽ ബി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈവൻ ആഫ്റ്റർ അവർ ഡെത്ത്, നമ്മുടെ മരണത്തിന് ശേഷം പോലും അവർ കോൺട്രിബ്യൂഷൻ വിൽ ബി കണ്ടിന്യൂയിങ് ഹിയർ. നമ്മുടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ വി ആർ റിമെമ്പറിങ് എഡിസൺ, ഐൻസ്റ്റീൻ, ലോട്ട് ഓഫ് പീപ്പിൾ, ഈവൻ അബ്ദുൽ കലാമിനെ വരെ നമ്മൾ ഓർമ്മിക്കുന്നതിന് കാരണം ദേ ഹാവ് ബീൻ, ഈ പീപ്പിൾ എല്ലാം തന്നെ, ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ, ദീസ് പീപ്പിൾ ആർ കോൺട്രിബ്യൂട്ടിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എന്തുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ആർ റിമെമ്പറിങ് ദം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഡയലോഗ് എന്താണെന്ന് മനസ്സിലായി? എന്താണ് പറയുന്നത്? നമ്മുടെ ലോകത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അല്ലേ പല ആൾക്കാരും നൽകിയിട്ടുണ്ട് പണ്ട് കാലത്ത്. ആ കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ ഇപ്പോഴും അതേ ഉള്ളത്തിൽ നിലനിർത്തുന്നർത്ഥം. ഒരു മേഖലയിലാണ്, സിനിമാ മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർ പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. അവരുടെ ഇതാണ് മ്യൂസിക്കിന്റെ മേഖലയിലുണ്ടായിരുന്നു. അവരുടെ ഇപ്പോഴും ആ കോൺട്രിബ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ആയാലും എന്റർടൈൻമെന്റ് ആയാലും എന്തോ ആയിക്കോട്ടെ, എന്തിന്റെ ആയാലും കോൺട്രിബ്യൂഷൻസ് പണ്ട് ചെയ്തത് ഇപ്പോഴും അതേ കണക്ക് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ്, എനിക്കിവിടെ നിങ്ങളോടൊരു കാര്യം അസേർട്ട് ചെയ്യണം, ഊന്നി പറയണം. ദാറ്റ് നോ യൂത്ത് ടുഡേ, ഇന്നത്തെ ഒരു ചെറുപ്പക്കാരനും നീഡ്സ് ടു ഫിയർ, ഭയപ്പെടേണ്ട കാര്യമില്ല അബൌട്ട് ദ ഫ്യൂച്ചറിനെ പറ്റി. നിങ്ങളാകുന്ന ചെറുപ്പക്കാർ ഒരാളും യു മസ്റ്റ് നോട്ട് ഫിയർ അബൌട്ട് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരിക്കലും യു മസ്റ്റ് നോട്ട് ഫിയർ. യു ഷുഡ് ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോട് കൂടി പെരുമാറുക. യു മസ്റ്റ് നോട്ട് ഫിയർ അബൌട്ട് ദി ഫ്യൂച്ചർ. എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ നൗ ഡേയ്സ്, വി നോ ദാറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരും ഹാവ് ദ ഫിയർ അബൌട്ട് ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ഫിയർ ഉണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മനസ്സിലാക്കുക, ഇഫ്
വി ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ് ടു അച്ചീവ് സംതിങ്. നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള, അച്ചീവ് ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി വിൻ എനിവെയർ. നമുക്ക് എവിടെയും എത്താൻ സാധിക്കും. സോ വി മസ്റ്റ് നോട്ട് വറി അബൌട്ട് അവർ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഒരിക്കലും എന്ത് ചെയ്യരുത്, വറി ആവരുത്. അപ്പൊ ഇദ്ദേഹം പറയുന്നതാണ്, ഐ വുഡ് ലൈക്ക് ടു അസർട്ട് ദാറ്റ്. എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ഫ്യൂച്ചർ. ഈ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാർക്കും ഏതിനെ പറ്റി പേടിക്കേണ്ട കാര്യമേ ഇല്ല, ഫ്യൂച്ചറിനെ പറ്റി പേടിക്കേണ്ട കാര്യമേ ഇല്ല. ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, ജ്വലിക്കുന്ന മനസ്സുകളുള്ള ചെറുപ്പക്കാർ എന്ന് പറയും അല്ലേ. ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്. ഓരോ ചെറുപ്പക്കാരനെയും ഇഗ്നൈറ്റഡ് മൈൻഡ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സെന്ന് വെച്ചാൽ ഇഗ്നൈറ്റഡ് ആണ്, ജ്വലിക്കുന്ന മനസ്സാണ്. ആ ജ്വലിക്കുന്ന മനസ്സ് മാത്രം മതി വി ക്യാൻ വിൻ. പക്ഷേ നമ്മൾ പലയിടത്തും വറിയായി പോകുന്നു, അതാണ് നമ്മുടെ കുഴപ്പം. അദ്ദേഹം പറയുന്നത് വരിയണ്ട, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, ജ്വലിക്കുന്ന മനസ്സുകളുള്ള ചെറുപ്പക്കാരൻ അല്ലേ, ഈസ് ദ മോസ്റ്റ് പവർഫുൾ റീസോഴ്സ് ഓൺ ദി എർത്ത്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ റീസോഴ്സ്, ഉറവിടം എന്തെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ യു ദാറ്റ് യു ആർ ഓൾ ഓഫ് യുവർ ഇഗ്നൈറ്റഡ് മൈൻഡ്. നിങ്ങളുടെ എല്ലാവരുടെയും ജ്വലിക്കുന്ന മനസ്സുകളാണ് ഈ ലോകത്തിൽ. ആ ജ്വലിക്കുന്ന മനസ്സുകളുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉയരത്തിലേക്ക് എത്തിക്കൂടാ? അങ്ങനെയുള്ള യു ഹാവ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ്. നിങ്ങൾക്ക് ആ ഇഗ്നൈറ്റഡ് മൈൻഡ് ഉണ്ട്. സോ യു മസ്റ്റ് പ്രാക്ടീസ്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. യു മസ്റ്റ് വർക്ക് ഹാർഡ്. യു ബിലീവ് ദാറ്റ്. നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുക, യു ഹാവ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ്. നിങ്ങൾക്ക് ഇഗ്നൈറ്റഡ് മൈൻഡ് ഉണ്ട്. സോ യു ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഐ ക്യാൻ വിൻ എനിവെയർ. എന്നെ കൊണ്ട് എല്ലായിടത്തും ജയിക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം പറയുന്ന ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റീസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബോവ് ദ എർത്ത്. ഈ ഭൂമിയിലും അണ്ടർ ദ എർത്ത്, പാതാളത്തിലും അല്ലെ, ഭൂമിയിലും പാതാളത്തിലും എബോവ് ദ എർത്ത്, ആകാശത്തിലും എന്നർത്ഥം. ഈ ഭൂമിയിലും പാതാളത്തിലും ആകാശത്തിലും വെച്ച് ഏറ്റവും പവർഫുൾ റീസോഴ്സ്, ഏറ്റവും പവർഫുള്ളായ ഉറവിടം എന്തെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ യു ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്. ഒരിക്കലും മറന്നു വരാം. അദ്ദേഹം പറയുന്ന ഡയലോഗാണ്. ഓക്കെ, ഓൾ ഓഫ് യു ഹാവ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജ്വലിക്കുന്ന മനസ്സുണ്ട്. ദെൻ വൈ യു വറീഡ്? വൈ ഡു യു വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ? നിങ്ങൾ എന്തിനാണ് ഫ്യൂച്ചറിനെ പറ്റി പേടിക്കുന്നത്? യു ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്, യു ഹാവ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ്. യു മസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഓൾവേസ് ട്രൈ ടു ഗെറ്റ് സംതിങ്. എല്ലാം പ്രാക്ടീസ് ചെയ്ത് എല്ലാം ഇപ്പോഴും നേടാൻ ശ്രമിക്കുക. അതിനൊക്കെ വേണ്ട കാര്യമാണ് ഹാർഡ് വർക്ക്. ഏതാണ് ഇന്നത്തെ വേണ്ടത്? ഹാർഡ് വർക്ക്. സോ പ്രാക്ടീസ്, 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 പ്രാക്ടീസ്. നമ്മൾ എപ്പോഴും മനസ്സിലാലോചിക്കുക, പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഈ ലോകത്തിൽ ആരും ഒന്നും തന്നെ നേടിയിട്ടില്ല. എല്ലാ കുട്ടികളും ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിക്കുന്ന കാര്യം വളരെ കുറച്ചുകൂടി സിമ്പിളാണ്. എന്നാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പ്ലസ് 1 പ്ലസ് 2 ഫുൾ എ പ്ലസ് മേടിക്കുക എന്നുള്ളത്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ്, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാതെ ഇപ്പോൾ ഒരു കാര്യവും ഏറ്റവും നല്ല കരാട്ടെ മാസ്റ്റർ 1 ദിവസം കൊണ്ടല്ലേ ഇതായത്. പ്രാക്ടീസ്, റെഗുലർ പ്രാക്ടീസ്. മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമയെ മഞ്ഞൾ വിരിഞ്ഞ് പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന്റെ അഭിനയവും ഇപ്പോഴും നമ്മൾ എന്താണ് ഏറ്റവും അവസാനം ഇറങ്ങിയ സിനിമ വേണ്ട, മോഹൻലാൽ കുറേ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം നമ്മുടെ തന്മാത്രയിലും അങ്ങനെയുള്ള സിനിമകളിൽ മോഹൻലാലിന്റെ അഭിനയം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രാക്ടീസിനനുസരിച്ചാണ് എല്ലാവരുടെയും കപ്പാസിറ്റി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ ഈ വേർഡ് ഒരിക്കലും പറഞ്ഞു, യു മസ്റ്റ് ഓൾവേസ് പ്രാക്ടീസ്. എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ബിക്കോസ് യു ഹാവ് ആൻ ഇഗ്നൈറ്റഡ് മൈൻഡ്. നിങ്ങൾക്ക് ഏത് മൈൻഡുണ്ട്? ഒരു ജ്വലിക്കുന്ന മനസ്സുണ്ട്. ആ ജ്വലിക്കുന്ന മനസ്സ് ഉപയോഗിച്ച് യു മസ്റ്റ് ട്രൈ ടു പ്രാക്ടീസ്. അപ്പൊ സെന്റൻസ് എങ്ങനെയാണ്? വൈ? നിങ്ങൾ യു മസ്റ്റ് നോട്ട് ഫിയർ അബൌട്ട് ദി ഫ്യൂച്ചർ. നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് ഭാവിയെ പറ്റി. വൈ? എന്തുകൊണ്ടെന്നാൽ ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റീസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബോവ് ദ എർത്ത്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ റീസോഴ്സ്, ഉറവിടം എന്തെന്ന് ചോദിക്കുന്നെങ്കിൽ എവിടെ? ഈ ഭൂമിയിലും പാതാളത്തിലും ആകാശത്തിലും വെച്ച് ഏറ്റവും വലിയ ഉറവിടം എന്തെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ആണ്. നിങ്ങൾ അത് നിങ്ങൾക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദ ടോപ്പിക്. ഓൺ ദ ടോപ്പിക്. എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുള്ളത് ഈ ടോപ്പിക്കിനെ പറ്റിയാണ്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്. ഐ ആം ബോൺ. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് വിത്ത് വിങ്സ്. ഏതുകൊണ്ടാണ് ജനിച്ചത്? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ ചിറകളോട് കൂടിയാണ്. വൈ ദ ബേർഡ്സ് ഹാവ് വിങ്സ്? ബേർഡ്സിന് എന്തുകൊണ്ടാണ് വിങ്സ് ഉള്ളത്? ബിക്കോസ് ദേ വോണ്ട് ടു ഫ്ലൈ. അവർക്ക് ഫ്ലൈ ചെയ്യണം. സോ യു ഷുഡ് ബിലീവ്, നിങ്ങളും വിചാരിക്കുക, ഐ ഹാവ് ദ വിങ്സ്.
I can easily fly and get anything in the world. എനിക്കും വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ ഉയരത്തിലേക്ക് പറന്ന് ഏത് ലോകം വേണമെങ്കിലും കീഴടക്കാൻ സാധിക്കും. I can easily get anything. എനിക്ക് എന്ത് വേണമെങ്കിലും ഈ ലോകത്തിൽ നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്. You must always have the wings. I have the wings. എനിക്കും ചിറകുകളുണ്ട്. I want to fly and fly and fly and fly. എനിക്ക് എന്തുകൊണ്ടേയിരിക്കുക? Always I want to fly. I want to get something. ഈ ഒരു വിചാരം എപ്പോഴും മനസ്സിൽ കൊണ്ടുവരിക. ഇത്രയും ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന്റെ സ്പീച്ചുകളുടെ പ്രത്യേകത വളരെ മോട്ടിവേഷണൽ സ്പീച്ചാണ്. A man or a child who hears his motivational speech. ഇദ്ദേഹത്തിന്റെ ആ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്ന ഏതൊരു ചൈൽഡിന്റെ പ്രത്യേകത, he believes that he wants to get something. അവൻ എപ്പോഴും he believes that he wants to get something. അവൻ എപ്പോഴും വിചാരിക്കുന്നതാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. ദാറ്റ് ഈസ് ദ മോട്ടിവേഷണൽ സ്പീച്ച്. അതാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷണൽ സ്പീച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വരിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഗ്നൈറ്റഡ് മൈൻഡ് ഉണ്ട്. യു ഷുഡ് ഷോ ടു ദ വേൾഡ്, അല്ലെങ്കിൽ പ്രൂവ് ടു ദ വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിനെ തെളിയിച്ചു കൊടുക്കുക. ഐ ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്, ഐ ഹാവ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ്, ഐ വിൽ ഗെറ്റ് എവറിത്തിങ്, ഐ വിൽ റീച്ച് ഇൻ ടു ദ ഹൈറ്റ്. ഞാൻ എവിടെ എത്തും? ഹൈറ്റിൽ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ള ആശയത്തിലേക്ക്. സോ Abdul Kalam says that you must not worry because all of you have വിങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? വിങ്സ് ഉണ്ട്. അദ്ദേഹം ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക്, അദ്ദേഹം ഇവിടെ സ്പീച്ച് പറയുകയാണ്, ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക് ഇതാണ്. ഐ ഹാവ് ദ വിങ്സ്, ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ദൈവം എനിക്ക് ചിറകുകൾ തന്നിട്ടുണ്ട്. ആ ചിറകുകൾ എനിക്ക് തന്നത് ഇഴയുവാൻ വേണ്ടി, ക്രൗളിങ്ങിന് വേണ്ടിയല്ല. ഐ വോണ്ട് ടു ഫ്ലൈ. എന്താ ഒരു ചിറകിന്റെ പ്രത്യേക? ചിറകുള്ള ആരെങ്കിലും എഴയാൻ ശ്രമിക്കുമോ? പറക്കാനല്ലേ ശ്രമിക്കുള്ളൂ. സോ ഐ വോണ്ട് ടു ഫ്ലൈ ആൻഡ് ഫ്ലൈ ആൻഡ് ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ഒന്നാമത്തെ പാരഗ്രാഫ് ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ പാരഗ്രാഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ മീനിങ്ങിന് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചോദിക്കും. പെട്ടെന്നാണ്. എല്ലാവർക്കും ഒന്നാമത്തെ പാരഗ്രാഫ് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയുക. ഒരു വേർഡ് മീനിങ് പോലും വ്യത്യാസമില്ല. അറിയാലേ, എല്ലാ വേർഡ് മീനിങ് അറിയാലേ. ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ഐഡിയ എന്താണ്? ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ടെങ്കിൽ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എന്തും നേടാം എന്നുള്ളതാണ് അത് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അടുത്ത പറയട്ടെ, അടുത്ത പാരഗ്രാഫ്. അപ്പൊ ഇദ്ദേഹം പറയും, സ്പീച്ചിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്പീച്ച് പറയുമ്പം അപ്പൊ ഞാൻ നിങ്ങളോട് കുട്ടികളെ പറയാൻ പോകുന്ന സ്പീച്ച് ഇതാണ്. ഈ സ്പീച്ചിന്റെ ടോപ്പിക് ഇതാണ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് ചിറകുകളോട് കൂടിയാണ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. അദ്ദേഹം സ്പീച്ച് കണ്ടിന്യൂ ചെയ്യണം. ബാക്കി നോക്കുക. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, ഐ വെന്റ് ടു എ വില്ലേജ്. നിങ്ങൾക്കറിയാവോ, ഞാനൊരു വില്ലേജിലേക്ക് പോയി ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം. അവിടെ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ അഥവാ ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ അവിടേക്ക് പോയത്. കോളനി ശാസ്ത്രയാൻ. ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയ പ്രോഗ്രാമത്തിന്റെ പേരായിരുന്നു ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിൽ എന്തോ സെമിനാർ അവതരിപ്പിച്ചു. ആ സെമിനാറിന്റെ പേരായിരുന്നു ശാസ്ത്രയാൻ. ആ സെമിനാർ എന്താണ് സ്കൂളിലല്ല, ഒരു വില്ലേജിലേക്ക് അല്ലേ, ഒരു വില്ലേജിലേക്ക് ഞാൻ പോയി. അവിടെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. ആ സെമിനാറിനിട്ട പേരായിരുന്നു ശാസ്ത്രയാൻ. ആ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ അവിടേക്ക് പോയി. വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ശാസ്ത്രയാൻ എന്ന് അവിടുത്തെ നാട്ടിലെ ആൾക്കാർ ആ സെമിനാറിന് പേരിട്ടതിന് കാരണം അവര് പ്രൊപ്പഗേഷൻ, പ്രചാരണം ഓഫ് സയൻസ്, സയൻസിന്റെ പ്രചാരണമായിരുന്നു അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് സയൻസിന് എന്താണ്, ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞ ആശയത്തോടു കൂടിയായിരുന്നു അവരത് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു? ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ, അവരുടെ ആ നാട്ടിലുള്ള ആൾക്കാർ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ആ സെമിനാർ എന്ന് പറയുന്ന ആ മിഷൻ അല്ലെ, ആ മിഷൻ അവിടെ സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, വാസ് ടു എൻഷുർ. അതുകൊണ്ട് അവര് എൻഷുർ ചെയ്തു, ഉറപ്പ് കൊടുത്തിരുന്നു, ദ പ്രിപ്പറേഷൻ അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് സ്കൂൾസ്. അതിലൂടെ അവർ ഉദ്ദേശിച്ചത് പല ആ നാട്ടിലുള്ള
2000 സ്റ്റുഡൻസ്, 2000-ഓളം കുട്ടികൾക്ക് ഫ്രം ഡിഫറെന്റ് സ്കൂൾസ്, പല സ്കൂളിലുള്ള കുട്ടികൾക്ക് ടുവേർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ, അവരെ എല്ലാവരെയും ഈ 2000-ഓളം കുട്ടികൾ എന്താക്കി മാറ്റുക, എലിജിബിൾ ആക്കി മാറ്റുക, കഴിവുള്ളവരാക്കി മാറ്റുക, ടു ബി എഞ്ചിനീയേഴ്സ് ആക്കി, സയന്റിസ്റ്റ് ആക്കി, ഡോക്ടേഴ്സ് ആക്കി, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആക്കി, അതുപോലെ തന്നെ സിവിൽ സർവൻസ്, ഗവൺമെന്റ് സർവൻസ് ആക്കി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സിവിൽ സർവൻസ് ആക്കി മാറ്റി, അല്ലേ? അപ്പോ ഇദ്ദേഹം പറയുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി, ഒരു വില്ലേജിലേക്ക് പോയി. അവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ ആ നാട്ടിലൊരു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സെമിനാറിന്റെ പേരായിരുന്നു ശാസ്ത്രയാൻ എന്ന് പറയുന്ന സെമിനാറാണ് സംഘടിപ്പിച്ചത്. ആ സെമിനാറിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്തെന്ന് ചോദിക്കുന്നെങ്കിൽ, ആ നാട്ടിൽ അവർക്ക് സയൻസിന്റെ പ്രചാരണം നന്നായിട്ട് നൽകുക, കുട്ടികളിൽ സയൻസിന്റെ അവബോധം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് ഏകദേശം 2000 കുട്ടികളെ സയൻസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആക്കി, സയന്റിസ്റ്റും ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ആ നാട്ടിലുള്ള ആൾക്കാർ ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ സെമിനാർ അവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത്രയും വലിയൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ, അതും സയൻസിനെ പറ്റിയുള്ള സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി? ഉറപ്പായിട്ട് ആരെയാണ് സാധാരണ വിളിക്കാറുള്ള? ആ കാലഘട്ടത്തിൽ APJ അബ്ദുൽ കലാമിനെയാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ ആരെ വിളിച്ചു? APJ അബ്ദുൽ കലാമിനെ വിളിച്ചിട്ട് APJ അബ്ദുൽ കലാം സാറിനെ വിളിച്ചു, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ദ ആക്ഷൻ വുഡ്, ഞാൻ ഈ അവരവിടെ ചെയ്ത ആക്ഷൻ, എവിടെ ചെയ്ത ശാസ്ത്രയാൻ എന്ന് പറയുന്ന ആക്ഷൻ, ആ പ്രവൃത്തി വുഡ് ഇൻ ടേൺ, നേരെ തിരിച്ച്, വുഡ് ഇൻ ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽഫലമായി, അല്ലെ? അത് തൽഫലമായി എംപവർ അബൌട്ട് 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, ഇവർ ഏകദേശം 2000 കുട്ടികളല്ലേ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ 2000 കുട്ടികൾ ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, 2000 കുട്ടികൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ ആയ ആ 2000 കുടുംബങ്ങൾ രക്ഷപ്പെട്ടെന്നല്ലേ അർത്ഥം? അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എന്താണ് ഉദ്ദേശം? ദേ വാണ്ടഡ് ടു എംപവർ, അല്ലെ? ദേ വാണ്ടഡ് ടു എംപവർ, അവർക്ക് എംപവർ ചെയ്യണമായിരുന്നു 2000 ഫാമിലീസ്. എത്ര? 2000 ഫാമിലീസിനെ ബൈ എൻകറേജിങ് ദ ചിൽഡ്രൻ. ആരാ? ഈ കുട്ടികളെ എൻകറേജ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? 2000 കുട്ടികളെ ഇങ്ങനെ ആക്കി മാറ്റുമ്പോൾ അവർക്കറിയാം 2000 ഫാമിലീസ് എംപവർമെന്റ് കിട്ടുമെന്ന്. ശാസ്ത്രീയ എന്താണ് എംപവർമെന്റ് എന്ന് വെച്ചാൽ ശാക്തീകരണം, അല്ലെ? ശാക്തീകരണം കിട്ടുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്താണ് ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ അബൌട്ട് 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. വില്ലേജിലെ ഏകദേശം 2000 ഫാമിലീസിനെയാണ് അവരെന്ത് ചെയ്തത്? ഉയരത്തിലേക്ക് എത്തിച്ചത്. മൈ ഇനാഗുറൽ അഡ്രസ് ടു ദ മിക്സഡ് ഓഡിയൻസ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലായി, ഇവരെന്നോട് പറഞ്ഞു ഇങ്ങനെ 2000 കുട്ടികൾ നമുക്ക് ഇതാക്കണം. അപ്പൊ 2000 കുട്ടികൾ ഇങ്ങനെ ആക്കുമ്പോൾ 2000 ഫാമിലീസ് ഉയരത്തിലെത്തിട്ടു ഡോക്ടർ എന്നവരെന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവരുടെ ആശയമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു മിക്സഡ് ഓഡിയൻസ് ആണ്. മിക്സഡ് ഓഡിയൻസ് മീൻസ് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ എല്ലാവരും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. വളരെ 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 പല മിക്സഡ്, ചിലപ്പോൾ പല ജാതി, പല മതം, പല കളറ്, പല സ്വഭാവം. അതാണ് മിക്സഡ് ഓഡിയൻസ്. പല രീതിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്, ഏകദേശം 5000 സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, 5000 സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. വാസ് ഓൺ ദ ടോപ്പിക്. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച വിഷയം എന്തായിരുന്നു? ഈ 5000 സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഇരിക്കുന്ന ഈ വലിയ വേദിയിൽ, വലിയ ഡയസ്, അല്ലെ? ആ വലിയൊരു സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചത് എന്തായിരുന്നു? ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ഇവരെന്നെ വിളിച്ചതും ഏതിനെ എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്? ആ നാട്ടിലുള്ള കുട്ടികൾക്ക് സയൻസിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അതിനാണ് ശാസ്ത്രയാൻ അർത്ഥം പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, സയൻസിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെന്നെ വിളിപ്പിച്ചത്. അപ്പൊ ഞാൻ എന്തെങ്കിലും അവിടെ ചെന്ന് സംസാരിച്ചു. മിക്സഡ് ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ സംസാരിച്ച വിഷയം ഇതായിരുന്നു, സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ഏത് വിഷയത്തെ പറ്റിയാണ് ഞാൻ അന്ന് അവിടെ സംസാരിച്ചത്? ഇപ്പൊ ഈ സ്പീച്ചിൽ അദ്ദേഹം പറയാണ്, പണ്ട് നടന്നൊരു സംഭവം അല്ലേ, ഞാൻ അന്ന് അവിടെ സംസാരിച്ചത് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ശാസ്ത്രമാണ് ഈ ലോകത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത്? ശാക്തീകരിക്കുന്നത് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞതെന്നാണ്, കഴിഞ്ഞ വർഷം അദ്ദേഹം എവിടെ പോയി, എന്തിനു പോയി? ഒരു സ്ഥലത്തേക്ക് പോയി ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചയും അവിടുത്തെ ആൾക്കാരുടെ ഉദ്ദേശം എന്താണ്? 2000 കുട്ടികളെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആക്കാൻ ശ്രമിച്ചു. അവർ 2000 ഫാമിലീസിനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് സംസാരിച്ച വിഷയം, സയൻസിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്, ഇദ്ദേഹം സംസാരിച്ച ടോപ്പിക് അതായിരുന്നു സയൻസ് എംപവേഴ്സ് ദ നേഷൻ. വായിച്ചു നോക്ക്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പെട്ടെന്ന് വേണേ.
പുസ്തകമില്ലെന്ന് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും പുസ്തകം വാങ്ങിക്കുക. പുസ്തകം വാങ്ങിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്താലും മതി. നിങ്ങൾക്ക് സൗണ്ട് ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ സമഗ്രയുടെ 11ാം ക്ലാസ് ടെക്സ്റ്റിൻ്റെ ഇംഗ്ലീഷ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഓരോ ചാപ്റ്ററായിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മീനിങ്ങുകളെല്ലാം എഴുതി പഠിക്കുക. എന്നിട്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ ആ പാഠം തീരുമ്പോൾ പറയും. അതെല്ലാം ഒന്ന് എഴുതി വെച്ച് നിങ്ങളുടേതായ രീതിയിൽ എഴുതി പഠിക്കുക. പക്ഷെ മുഴുവൻ പ്രിൻ്റ് നോട്ടും ഇവിടെ തന്നെ തരുന്നതാണ്. എല്ലാം ഞാൻ തയ്യാറാക്കിയ നോട്ടാണ്. സിമ്പിൾ ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പം. ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം രീതിയിൽ കുറേശ്ശെ എഴുതി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴപ്പോൾ ചോദിക്കുക. അടുത്ത ദിവസം വരുമ്പോൾ തന്നെ ഇന്ന് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ദിവസവും ആദ്യം തന്നെ ചോദിക്കാവുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇപ്പോൾ പഠിപ്പിച്ച പാരഗ്രാഫ് 2 പാരഗ്രാഫ് നമ്മൾ പഠിച്ചു. അദ്ദേഹം APJ അബ്ദുൽ കലാം ഒരു സ്പീച്ച് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ വായിച്ചു നോക്കാനായിട്ട്. ഏതെങ്കിലും ഒരു വേർഡ് മീനിങ് എങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ മനസ്സിലായി എന്നതിന് സിമ്പലെങ്കിലും കാണിക്കുക. ഏതെങ്കിലും സെന്റൻസ് അധികമായിട്ട് പറയുന്നെങ്കിലും ചോദിക്കുക. അടുത്ത പറയട്ടാ, അടുത്ത പാരഗ്രാഫ് പറയട്ടാ. അടുത്ത പാരഗ്രാഫ് നോക്കി. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് ഞാൻ സംസാരിച്ച വിഷയം ഇതായിരുന്നു, സയൻസ് എംപവേഴ്സ് നേഷൻ. എന്താണ് സയൻസ് എംപവേഴ്സ് നേഷൻ? ഈ ലോകത്തെ തന്നെ സയൻസ് ആണ് ഈ ലോകത്തെ തന്നെ മുഴുവൻ എംപവർ ചെയ്യുന്നത് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയായിരുന്നു ഞാൻ അവിടെ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം സംസാരിച്ചതിന് ശേഷമുള്ള കാര്യം നമുക്ക് നോക്കാം. ആഫ്റ്റർ മൈ അഡ്രസ്, എൻ്റെ അഡ്രസ്സായി കഴിഞ്ഞു. ഞാൻ കുട്ടികളോട് എല്ലാവരോടും എൻ്റെ സ്പീച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ്, 100 കണക്കിന് കൈകളാണ് ഉയർത്തപ്പെട്ടത് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അബ്ദുൽ കലാമിന്റെ പ്രത്യേകത, നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അദ്ദേഹം എവിടെ സ്പീച്ച് അവതരിപ്പിക്കാൻ ചെന്നാലും അദ്ദേഹത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. സാർ നമുക്ക് ഇങ്ങനെ ആവാൻ കഴിയുന്നത്, അങ്ങനെ ആവാൻ കഴിയുന്നത് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തിനോട് പറയാറുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. എന്താണ്? ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെയർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് കൈകൾ ഉയർന്നു ആസ്കിങ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് വേണ്ടി. പക്ഷെ 100 കണക്കിന് കൈകൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും ആൻസർ പറയാനുള്ള ടൈം എനിക്കുണ്ടോ? ഇല്ല. ഡ്യൂ ടു ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം. എനിക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ, ലിമിറ്റഡ് അവൈലബിലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടൈമിൽ, അല്ലേ? കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുണ്ടാവാം. ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ്. ഞാൻ കുറെ കൈകളിൽ നിന്നും 12 കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. അറ്റ് റാൻഡം. ഏത് രീതിയിൽ? റാൻഡം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റാൻഡം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഒരാൾ, കുറെ കൈകളിഞ്ഞു, ബാക്കിൽ നിന്ന് ഒരാൾ, ഫ്രണ്ടിൽ നിന്ന് ഒരാൾ, സൈഡിൽ നിന്ന് ഒരാൾ, ഇങ്ങനെ പല ദിശയിലാണ്. അല്ലാതെ ഒരേ ഓർഡറിലല്ല, ഫ്രണ്ട് ഇരിക്കുന്ന ഒരേ ദിശയിലല്ല, അങ്ങനെയല്ല. പല സ്ഥലത്തായിട്ട് തെരഞ്ഞു വിളിക്കുന്നവരാണ് റാൻഡം. അങ്ങനെ റാൻഡമായിട്ട് എനിക്ക് തോന്നിയ കുറെ പേരെ തിരഞ്ഞെടുത്തു, കുറെ കുട്ടികളാണ് തിരഞ്ഞെടുത്തു. ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ്, അവസാനത്തെ വരി മുതൽ ആദ്യം വരെയുള്ള സ്ഥലത്ത് നിന്നും ഒരു 12 കുട്ടികളുടെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ഏതിനു വേണ്ടി? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ വിളിച്ചുകൊണ്ടു. അവരോട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു 1 ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ. ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യനെ പറ്റിയാണ്. വിത്ത് ഗ്രേറ്റ് കൺസേൺ. എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയ ഒരു ക്വസ്റ്റിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയ ഒരു ക്വസ്റ്റിനെ പറ്റി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദാറ്റ് ക്വസ്റ്റ്യൻ ടച്ച്ഡ് മൈ ഹാർട്ട് എന്ന് പറയാൻ, എൻ്റെ എന്താണ് ആ ക്വസ്റ്റിനായി എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു ക്വസ്റ്റിനെ പറ്റി ഞാൻ പറയാം. മനസ്സിലായ? അപ്പോൾ എന്താണ്, ഫ്രം ദ ലാസ്റ്റ് ടു ദ ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. അപ്പോൾ ഞാൻ ഇപ്പൊ ഈ സ്പീച്ച് ഇദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവതരിപ്പിക്കുമ്പോൾ പണ്ട് ഒരു സ്ഥലത്ത് സ്പീച്ച് അവതരിപ്പിക്കാൻ പോയപ്പോൾ ഉള്ള സംഭവത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു, നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് 1 ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ. ഒരുപാട് എനിക്ക് ഗ്രേറ്റ് കൺസേൺ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡന്റ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്നോട് ചോദിച്ച ആ ക്വസ്റ്റ്യൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു കൺസേൺ ഉണ്ടാക്കി, എനിക്ക് ഒരുപാട് പരിഗണന ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ മനസ്സിനെ വളരെ ടച്ച് ചെയ്ത ഒരു ക്വസ്റ്റ്യനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം.
The question was from a teenager. ആ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു ടീനേജർ ആയിരുന്നു. വാട്ട് ഈസ് ടീനേജർ? ടീനേജർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എടുക്കാം 1 2 3 4 5 6 7 8 9 10 11 11 12 12 13 ടീൻ. അവിടെ ടീൻ കിടക്കുന്നുണ്ട്. അപ്പൊ 13ലാണ് ടീനേജ് ആരംഭിക്കുന്നത്. 13 14 15 16 17 18 19 അവിടെ എത്തുമ്പോൾ 19 അവിടെ ടീൻ ഉണ്ട്. 20 അല്ലേ ഉള്ളൂ. അതായത് 13 മുതൽ 19 വരെയുള്ള എന്നെ വിളിക്കുന്ന പേരാണ്. എല്ലാത്തിനും ടീൻ കാണും. ടീനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരപ്രായത്തിലുള്ള എന്ന് വിളിക്കും. എന്താണ് മലയാളം? കൗമാരപ്രായം എന്ന് വിളിക്കും. എന്താണ്? 13 മുതൽ 19 വയസ്സിനകത്തുള്ള ഒരു 19 വയസ്സിനകത്തുള്ളത് കൊച്ചി ചേർക്കുക എന്നെ ഉദ്ദേശിച്ചുള്ള എന്റെ പേര്. അപ്പൊ ഒരു പയ്യൻ എന്താണ് ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. ഒരു സാധാരണ ഒരു പയ്യനായിരുന്നു ക്വസ്റ്റ്യൻ അവതരിപ്പിച്ചത്. ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ആ പയ്യൻ വന്നത് ഒരു വളരെയധികം ഒരു ദൂരത്ത് നിന്നും വളരെ ഒരു സാധാരണ വില്ലേജിൽ നിന്നും ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്നും വന്ന ഒരു പാവം പയ്യനായിരുന്നു അവൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ടച്ച്ഡ് മൈ ഹാർട്ട് ഡീപ്ലി എന്നാണ് പറഞ്ഞത്. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഗേവ് മീ മോർ കൺസിഡറേഷൻ ഓർ മോർ കൺസേൺ. എന്നെ ഒരുപാട് ദാറ്റ് ക്വസ്റ്റ്യൻ തോട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ മെയ്ഡ് മീ തിങ്ക് എന്ന് പറയും. എന്താണ് ആ ക്വസ്റ്റ്യൻ? എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ച പയ്യനായിരുന്നു. അവൻ സാധാരണ ഒരു വില്ലേജിൽ നിന്ന് വന്ന പാവപ്പെട്ട ഒരു പയ്യനായിരുന്നു. അവൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തെന്ന് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. അടുത്ത ദിവസം നമ്മൾ ആഴ്ചയില്ല, അടുത്ത ദിവസം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റർ എന്തായിരുന്നു? അതുവരെ ഞാൻ പഠിപ്പിച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്പീച്ചാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന സ്പീച്ച്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞ പോയിന്റ് നിങ്ങൾ പറഞ്ഞു വരുന്നു. നമ്മൾ എത്ര ഉയരത്തിലേക്ക് എത്തിയാലും നമ്മളായിരിക്കണം. we must not stop our hard work. നമ്മുടെ ഹാർഡ് വർക്ക് അവസാനിപ്പിക്കുന്നു. We know that we have an ignited mind. നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് ഒരു ignited mind ഉണ്ട്. We have the self confidence to achieve everything. നമുക്ക് എന്ത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എല്ലാം നേടിയെടുക്കുക. So we must always വർക്ക് ഹാർഡ്. നമ്മൾ എല്ലായ്പ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക ഫോർ ഗെറ്റിംഗ് സക്സസ്. നേടുന്നതിന് വേണ്ടി, സക്സസ് നേടുന്നതിന് വേണ്ടി. സോ ഓൾ ഓഫ് യു മസ്റ്റ് വർക്ക് ഹാർഡ് ഫോർ ഗെറ്റിംഗ് സക്സസ്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തിയാണ്. ഇത്രയും ഞാൻ ഇന്ന് പഠിപ്പിച്ച ഒരു പേജ് ഫുള്ള് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ് നമ്മൾ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അത് മൊത്തം തീരും, നോട്ട്സും തീരും. അതിന്റെ ഫുള്ളും പോർഷനും പറഞ്ഞു തരും. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എത്താം.